തമിഴ്നാട്ടിൽ ചെന്നൈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മൈലാപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തവും പുരാതനവുമായ ശിവക്ഷേത്രമാണ് ശ്രീ കപാലീശ്വർ ക്ഷേത്രം. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തമിഴ് ശൈവഭക്തിയുടെ ആത്മാവാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ദേവനായ ഭഗവാൻ ശിവൻ കപാലീശ്വരൻ എന്ന നാമത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. കപാലീശ്വരൻ എന്ന പേര് സംസ്കൃതത്തിലെ കപാലം, തലയോട്ടി എന്നാണ് അർത്ഥമാകുന്നത്. ലിംഗരൂപത്തിലാണ് ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠിതനായിരിക്കുന്നത്. പാർവതി ദേവി കർപ്പകാമ്പാൾ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു. അതായത് ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന കൽപ്പകവൃക്ഷത്തിൻ്റെ ദേവിയായി. മഹാദേവൻ ബ്രഹ്മാവിൻ്റെ അഹങ്കാരം നശിപ്പിക്കാൻ ബ്രഹ്മദേവൻ്റെ ഒരു ശിരസ് നുള്ളിയെടുക്കുകയും ആ ബ്രഹ്മകപാലം തൻ്റെ കയ്യിൽ ധരിക്കുകയും ചെയ്തതിനാലാണ് ഭഗവാന് കപാലീശ്വരൻ എന്ന നാമം ലഭിച്ചത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ ഐതിഹ്യം പാർവതി ദേവിയുടെ തപസ്സുമായി ബന്ധപ്പെട്ടാണ്. പുരാണപ്രകാരം ഒരിക്കൽ പാർവതി ദേവി ഭഗവാന്റെ അസന്തോഷം നേരിടുകയും തുടർന്ന് ഭൂമിയിൽ ഒരു മയിലിൻ്റെ രൂപത്തിൽ ജനിക്കേണ്ടതായും വന്നു. മയിൽ രൂപത്തിൽ പാർവതി ദേവി ഇന്ന് ക്ഷേത്രം നിലകൊള്ളുന്ന സ്ഥലത്ത് ഒരു പരിശുദ്ധ പുണ്യമരത്തിന് ചുവട്ടിൽ ശിവലിംഗത്തെ ആരാധിച്ച് കഠിന തപസ് നടത്തി. പാർവതി ദേവിയുടെ തപസ്സിൽ പ്രസന്നനായ ഭഗവാൻ ദേവിയെ തിരികെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അമ്മ മയിലായി വന്ന ഊര് എന്നതിൽ നിന്നാണ് മൈലാപ്പൂർ എന്ന സ്ഥലനാമം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ഏകദേശം 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശം പണികഴിപ്പിച്ച ഈ ക്ഷേത്രത്തിലെ ശില്പകല ദ്രാവിഡ ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ്. ഏകദേശം 120 അടി ഉയരമുള്ള രാജഗോപുരം വർണ്ണാഭമായ ദേവദേവി ശില്പങ്ങൾ കൊണ്ട് പുരാണ കഥകൾ പറയുന്നു. ഈ ക്ഷേത്രത്തിൽ ശൈവഭക്തിയുടെ ജീവിച്ചിരുന്ന ഉദാഹരണങ്ങളായ 63 നായനാന്മാർ എന്ന മഹാഭക്തന്മാരെ ഇവിടെ പ്രത്യേകമായി ആരാധിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടന്നുവരുന്ന ബ്രഹ്മോത്സവം. കൂടാതെ മാസം തോറുമുള്ള പ്രദോഷം, മഹാശിവരാത്രി, കാർത്തിക ദീപം എന്നിവയും ആഘോഷിച്ചു വരുന്നു. അഹങ്കാരം അഥവാ ഞാനെന്ന ഭാവം ഉപേക്ഷിച്ചാൽ ശിവകൃപ ലഭിക്കും. ശിവശക്തി ഐക്യം തിരിച്ചറിയുമ്പോൾ ജീവിതം ശുദ്ധമാകും. ഇതാണ് കപാലീശ്വരൻ നമ്മെ പഠിപ്പിക്കുന്ന സത്യം. ഓം നമഃ ശിവായ.